സാർ, ഈ അരൂരിലെ സംഭവം 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. ആ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലും അന്വേഷണം നടക്കുന്നില്ല. അവർക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട്, ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള പരാതി, എന്നുള്ള മുന്നറിയിപ്പ്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പരാതി കൊടുക്കുന്നു. സർ, ആ പരാതി കൊടുത്തിട്ട് 48 മണിക്കൂറും ഒരു അന്വേഷണവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം. സാർ, അടച്ചുപൂട്ടണം. എന്തിനാ പോലീസ് സ്റ്റേഷൻ? ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പം തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. നിങ്ങൾ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി, മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി, എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതി CPM പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞു. വേണമെങ്കിൽ നടപടി എടുത്തോളാൻ അത് വലിയ സന്തോഷം, വലിയ ഭാഗ്യം. പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രിയാ മറുപടി പറഞ്ഞത്. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ ഇരിക്കും. ഞാൻ മന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാ പറഞ്ഞത്. മന്ത്രിയെ പറഞ്ഞല്ലോ, മന്ത്രി പാർട്ടിക്കാർ സമ്മതിച്ചിട്ടുണ്ടെന്ന് നടപടി എടുത്തോളാൻ. പാർട്ടിക്കാർ വലിയ അനുവാദമാണ്, മനസ്സിലായില്ലേ? അതാണ് സാറേ, തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. തെരുവിലാണ് അവരുടെ വസ്ത്രം വലിച്ചു കീറിയത്. സാർ, ഈ സംഭവം ഞങ്ങൾ പറയുന്നത് പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നത്.